ഓക്കെ. ഹലോ, നമസ്കാരം. ഹോളിസ്റ്റിക് ഹോമിയോപ്പതി ഏരിയയിൽ ഏകദേശം 30 വർഷത്തെ എക്സ്പീരിയൻസും സ്റ്റുഡൻസ് കൗൺസിലിങ്ങിലും പേരൻസ് കൗൺസിലിങ്ങിലും ഏകദേശം 30 വർഷത്തെ എക്സ്പീരിയൻസുമുള്ള ഡോക്ടർ ജെയിംസ് മണിത്തോട്ടമാണ് ഇന്ന് നമുക്ക് അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. YMBC മാംസിലേക്ക് ഡോക്ടർ ജെയിംസ് മണിത്തോട്ടത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ യുവാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി വിഷയങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടും പേരൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും ചോദിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന പോസിറ്റീവ് സൈഡിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. സ്റ്റുഡൻസിൽ അല്ലെങ്കിൽ യുവാക്കളിൽ ഇന്ന് കാണുന്ന പോസിറ്റീവ് സൈഡുകൾ എന്തൊക്കെയാണ്? വിദ്യാർത്ഥികൾ ഒരു പഴയ കാലഘട്ടത്തായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉപയോഗിക്കുന്നു, ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം, മൊബൈൽ ഫോൺ, ഡിജിറ്റലൈസേഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്ക് പഴയ കാലഘട്ടം പോലെ സ്ലോ അല്ല ലൈഫ്. ഭയങ്കര ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ടോളറൻസ് കുറവാണ്, ക്ഷമ കുറവാണ്. എന്നിരുന്നാലും അവർ കാര്യങ്ങളൊക്കെ അഡ്വാൻസ്ഡായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും പേരൻസിൻ്റെ നിഗമനത്തിൽ അവർക്ക് ലൈഫ് സ്കിൽസ് കുറവായതുകൊണ്ട് പലപ്പോഴും അവർ ഫോക്കസിൽ നിന്ന് മാറിപ്പോകുന്നു. അതുകൊണ്ട് നമ്മൾ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സിനപ്പുറം ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ അവർ പിന്നോട്ട് പോയോ എന്നൊരു സന്ദേഹമില്ലാതില്ല. പോസിറ്റീവ് സൈഡ് മെയിനായിട്ട് നമുക്ക് സ്റ്റുഡൻസിൽ നിന്ന് കാണാം. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെക്കാളും സാഹചര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും വർദ്ധിച്ചുകൊണ്ട് കുട്ടികൾക്ക് കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങളോ ഒന്നും ഇല്ല. പഴയ കാലഘട്ടത്തിൽ നമ്മൾ നടന്നുപോയി പല സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം വാഹനങ്ങളിൽ കോളേജ് പോകുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഐഫോൺ മുതൽ നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്നു. അത്രമാത്രം അവർക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യവും പഠന മേഖലകളിലാണെങ്കിലും ഒരു ജെൻഡർ ഇക്വാലിറ്റിയൊക്കെ വന്നതോടുകൂടി പിള്ളേരിൽ അങ്ങനെ ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലാതെ അവർ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാനായിട്ടുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ മുന്നേറുന്ന ഒരു സമൂഹത്തെ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ പറ്റും. അതിൽ സ്റ്റുഡൻസിൻ്റെ കേസിൽ മെയിനായിട്ട് പേരൻസ് എന്തൊക്കെ കാര്യങ്ങൾ കൺസേൺ ചെയ്യണം? ഇന്നത്തെ കാലഘട്ടത്തിൽ പേരൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? പാരൻസിനെ സംബന്ധിച്ചിടത്തോളം പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രത്യേകിച്ച് മലയാളി പാരൻസ് എന്ന് പറഞ്ഞാൽ ഈവൻ ആഫ്റ്റർ മാരേജ് പോലും പാരൻറ്റിങ് തുടരുകയാണ്. അപ്പോൾ പാരൻറ്റിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അപ്പോൾ അതിൻ്റെ എവിടെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനെ പറ്റി പാരൻസിന് ഒരു കൺഫ്യൂഷൻ ഇല്ലാതില്ല. കാരണം ഒരു കുട്ടി ഇൻഡിപെൻഡൻ്റായിട്ട് അവർ സ്മാർട്ടായിട്ട് കാര്യങ്ങളിൽ ഒരു പ്ലേസ്ഡായി മാരീഡായി, എന്നിരുന്നാലും പാരൻസ് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ള കേരളത്തിലൊരു രീതിയാണ്. അവർക്ക് വേണ്ട സ്പേസ് കൊടുക്കുക, അവർ മാറി താമസിക്കാൻ അനുവദിക്കുക, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ ഇൻ്റർവെൻഷൻസ് കൂടുതലുണ്ട് മലയാളി പാരൻസിന്. അപ്പോൾ അതിന് ഒരു സ്പേസ് അവർക്ക് കൊടുത്താലാണ് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുള്ളൂ. ആ ഒരു കാര്യത്തിൽ പാരൻസിന് വ്യക്തമായ ഒരു നിർദ്ദേശങ്ങൾ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. എത്ര വയസ്സ് വരെയാണ് കുട്ടിക്ക് നമുക്ക് ഒരു പേരൻറ്റിങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ ഉപദേശം അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഒരു പേരൻ്റ് ഇരിക്കേണ്ട കാലഘട്ടം എത്ര വയസ്സ് വരെയാണ് കുട്ടി? അത് നമ്മുടെ ഇന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് നമ്മൾ ലൈസൻസ് കിട്ടണ 18 വയസ്സിലാണ്, അത് ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ 18 വയസ്സിലൊരു കുട്ടി മച്ചുവർ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം എന്നാൽ ചില കുട്ടികൾ 15 വയസ്സിൽ മച്ചുവർ ആവുന്നു, ചില കുട്ടികൾ 30 ഡിപ്പെൻസ്. അപ്പം നമ്മൾ വ്യക്തിയാധിഷ്ഠിതമാണ്. ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ പാരൻറ്റിങ്ങാണ് ആക്ച്വലി വേണ്ടത്. ഇപ്പോൾ 3 കുട്ടികളുണ്ടെങ്കിൽ 3 പേരെ 3 രീതിയിലായിരിക്കും നമ്മൾ ഗൈഡ് ചെയ്യേണ്ടത്, പാരൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരേ ടോണിൽ കൊടുക്കുമ്പോൾ അത് പലപ്പോഴും സക്സസ്ഫുൾ ആവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ വെച്ച് തുടങ്ങണം, എവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് പറയുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് പാരൻറ്റിങ് എന്ന കലയെ നമുക്ക് പ്രത്യേകം കോഴ്സുകളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അവിടെ നമ്മൾ കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റ്, മെൻറ്റേഴ്സ്, ആ ഒരു ലെവലിലുള്ള ഒരു മീഡിയേഷൻ നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് പലപ്പോഴും നടക്കാറുള്ള എന്നുള്ളതാണ് സത്യം. ഇന്നിപ്പോൾ നിലവിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് മെയിൻലി എല്ലാം നമുക്ക് പേരൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ തന്നെയും അവർ സ്ട്രെസ്സ് അവിടെ കൂടുതലാണ്, മെൻ്റൽ ഇഷ്യൂസ് വളരെ കൂടുതലാണ്. അപ്പോൾ പക്ഷേ ഇത്രയധികം ഫെസിലിറ്റീസ് കിട്ടിയിട്ടും എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ സ്ട്രെസ്സ് കൂടാനുള്ള കാരണം മെയിനായിട്ട് എന്തായിരിക്കും? സ്ട്രെസ്സ് കൂടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും സംബന്ധിച്ചുള്ള അത് ആപ്ലിക്കബിൾ അല്ല. കാരണം ഇവർക്ക് വിരൽത്തുമ്പിൽ എല്ലാ ഇൻഫർമേഷൻസ് കിട്ടി. അപ്പം നമ്മൾ പഴയ കാലത്ത് ഒരു അച്ഛനും അമ്മയുടെ നമ്മളൊരു 100 രൂപ വേണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 ആഴ്ച ചോദിച്ചാലാണ് 50 രൂപ കിട്ടുള്ളൂ. ഇന്നിപ്പം എനിക്കൊരു 2000 രൂപ ഗൂഗിൾ പേ ചെയ്തേക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിതിൻ മിനിറ്റ്സ് നമുക്ക് ആ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ വന്നു. അപ്പം നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കൂടുതലുണ്ട്.
പക്ഷേ ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തിട്ടുമില്ല. ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ അവർ ജീവിത സാഹചര്യങ്ങൾ നമ്മളൊത്തിരി പല സാഹചര്യങ്ങളിലൂടെ കടന്ന് സ്ട്രഗിൾസിലൂടെ കടന്നാണ് പേരൻസ് ആ ലെവലിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന പേരൻസാണ് മലയാളികൾ. അപ്പോൾ മലയാളി പേരൻസിനെ കുട്ടികളപ്പോൾ ഒന്നും അറിയാതെ അവരെ ഓവർ കെയർ ചെയ്ത് പാമ്പർ ചെയ്ത് വളർത്തിയതിൻ്റെ ഒരു കുഴപ്പമാണ്. അപ്പോൾ അവർക്ക് അതുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിലൊരു ചലഞ്ച് വന്നാൽ അവർ സ്റ്റക്കാവുന്നു, അപ്പോൾ തന്നെ അവർ ഡിപ്രസ്ഡ് ആവുന്നു. പിന്നെ അവരുടെ തോട്ട്സ് തന്നെ ഐ ആം ഗെറ്റ് ലോസ്റ്റ് എന്നുള്ളൊരു ഇതിലേക്ക് വന്ന് ഈവൻ സൂയിസൈഡിലേക്ക് അല്ലെങ്കിൽ ഡിപ്രഷൻ സൂയിസൈഡ് ടെൻഡൻസി വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ചലഞ്ച് വന്നാൽ അതിനെ എങ്ങനെ ഓവർടേക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ബാക്കപ്പ് ഗൈഡൻസ് ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മെൻറ്റർ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ മെൻറ്റേഴ്സ് പഴയകാലത്ത് നമ്മൾ കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലപ്പുറം കുട്ടികൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ വ്യക്തമായ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു മെൻറ്റേഴ്സാണ്. അത് ടീച്ചറായിക്കോട്ടെ, നമ്മുടെ അങ്കിളായിക്കോട്ടെ, സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, ടീച്ചറായിക്കോട്ടെ. പക്ഷെ ഇവർക്ക് എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, എന്നെ മനസ്സിലാക്കി, എന്നെ ലിസൺ ചെയ്തു, എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തില്ല, എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു, എൻ്റെ വീക്ക്നെസ്സസ് സ്ട്രെങ്ത്തും തിരിച്ചറിഞ്ഞ്, എൻ്റെ മിസ്റ്റേക്സ് തിരിച്ചറിഞ്ഞ് അതിനോടൊരു ഫോർഗിവൺ മെൻറ്റാലിറ്റി കാണിച്ചുകൊണ്ട് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡോടെ സപ്പോർട്ട് ചെയ്തു എന്നൊരു ഫീലിംഗ് കിട്ടിയാൽ ഏതൊരു കുട്ടിയും മെയിൻ സ്ട്രീമിലേക്ക് തന്നെ എക്സൽ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളുടെ മാനസികമായ ആരോഗ്യം, നമ്മൾ ഓൾറെഡി ശാരീരികമായ ആരോഗ്യത്തിന് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്, മാനസികമായ ആരോഗ്യം കിട്ടാത്തതുകൊണ്ടായിരിക്കും കുട്ടികളിങ്ങനെ നിലവിൽ സ്ട്രെസ് ലെവലിലേക്ക്. മാനസിക ആരോഗ്യം എന്നതിലപ്പുറം വൈകാരിക പ്രക്ഷുബ്ധാവസ്ഥ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇമോഷണൽ ചലഞ്ചസ് എന്ന് പറയാം. ഫിസിക്കൽ നറിഷ്മെൻറ്റിന് വേണ്ടി നമ്മൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫുഡുകളൊക്കെ കഴിക്കുന്നു. ഇമോഷണൽ നറിഷ്മെൻറ്റാണ് നമുക്ക് ടീനേജിൽ വേണ്ട സംഭവം. അപ്പോൾ ഇമോഷണൽ നറിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേരൻസ് ഉദ്ദേശിക്കുന്ന പ്രയറും മെഡിറ്റേഷനും സൺഡേ സ്കൂളും മോറൽ സയൻസും ഒക്കെ പഠിച്ചാൽ ഇമോഷണൽ നറിഷ്മെൻ്റ് ആവുന്നതാണ്. ആക്ച്വലി ഇമോഷണൽ നറിഷ്മെൻറ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ലഭിക്കാതെ വരുന്നതുകൊണ്ടാണ് പഠന പിന്നോക്കാവസ്ഥകൾ, പഠന വൈകല്യങ്ങൾ, പിന്നെ ബിഹേവിയർ ഡിസോർഡേഴ്സ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, സ്വഭാവ വൈകല്യങ്ങൾ, കണ്ടക്ട് ഡിസോർഡേഴ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ആ ഏരിയയിൽ നറിഷ്മെൻറ്റ് വേണം. അപ്പോൾ അത് ഹോർമോൺ ഇംബാലൻസ് വരുന്നതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ നിയന്ത്രണ വിധേയമല്ലാത്ത വാശി, ദേഷ്യം, സങ്കടം, ക്രൂവൽറ്റി, ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസി, നശീകരണ പ്രവണത, അഡിക്ഷൻസ്, ഡ്രഗ്സ്, ലവ് അഫെയേഴ്സ്, അങ്ങനെ ഒത്തിരി ഏരിയാസ് ഉണ്ട്. ആ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ മൊറാലിറ്റിയുടെ ഒരു പ്രശ്നത്തിലപ്പുറം ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഈ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റെമഡിയേഷന് കൗൺസിലിങ്ങിനപ്പുറം കൗൺസിലിങ്ങിൻ്റെ ബൗണ്ടറിയിൽ നിൽക്കാത്ത കുറേ ഹോർമോൺ ഇംബാലൻസുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഗേൾസിനൊക്കെ പീരിയഡ്സൊക്കെ അടുക്കാറാകുമ്പോൾ നമ്മൾ ദേഷ്യം വന്നു, സങ്കടം വന്നു, എന്തെങ്കിലും എറിഞ്ഞു പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഇൻറ്റൻഷനലി അല്ല അത് ചെയ്യുന്നത്. അപ്പോൾ പല ക്രൈംസും ആൻറ്റി സോഷ്യൽ ബിഹേവിയറും ഒക്കെ പലപ്പോഴും ഇൻറ്റൻഷനലി അല്ല. അപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ ഇമോഷനുള്ള കുട്ടികളെ നമുക്ക് കൗൺസിലിങ്ങിൻ്റെ ലിമിറ്റേഷനിൽ നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് റെമഡിയേഷൻ ഹോളിസ്റ്റിക് ഹോമിയോപ്പതിക് അപ്രോച്ചിലൂടെ നമുക്ക് സൊല്യൂഷൻ അവൈലബിൾ ആണ്. പക്ഷേ അതിനെപ്പറ്റി പലപ്പോഴും നമുക്ക് സാക്ഷര കേരളത്തിൽ അതിനെപ്പറ്റിയുള്ള അറിവില്ല. അപ്പോൾ നമുക്ക് പലപ്പോഴും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുകയെന്ന് പറയുമ്പോൾ മലയാളിക്ക് ഒരു ഇൻഹിബിഷനാണ്. അങ്ങനെ പോകാൻ പാകത്തിന് എൻ്റെ കൊച്ചിന് മാനസിക രോഗമൊന്നുമില്ല. ആക്ച്വലി വൈകാരിക പ്രക്ഷുബ്ധാവസ്ഥയാണ്. പക്ഷേ അത് പനിയും ചുമയും പോലെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ചിലതിന് കൗൺസിലിംഗ് മാത്രം മതിയാവും, ചിലതിന് ചില ചെറിയ മെഡിസിൻസ് വേണ്ടി വരും. അപ്പോൾ ദേഷ്യം അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ഫോബിയാസ്, എക്സാം വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എക്സാം റിസൾട്ട് വരുമ്പോൾ സൂയിസൈഡ് ചെയ്യുന്നവരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമസ്ത മേഖലകളിലും അതിന് സ്റ്റുഡൻസ് എന്നില്ല, നമ്മൾ ജഡ്ജസ് എടുത്താലും വക്കീലന്മാർ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, IIT പ്രോഡക്ട്സ്, എല്ലാവരും അവരെ ഒക്കെ ഈ പറഞ്ഞ നമ്മൾ പലപ്പോഴും ഒരു ചലഞ്ച് വരുമ്പോൾ ഡിപ്രഷനിലേക്കും സൂയിസൈഡിലേക്കും സൈക്കോസൊമാറ്റിക് എയിൽമെൻറ്റ്സിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ മെഡിസിന് അപ്പുറം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഓക്കെ, അതാണ് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതലും പേരൻസും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഇതാണ്. അപ്പോൾ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ചലഞ്ചായിട്ട് വരുന്നത് ഇപ്പോൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ യുവാക്കളുടെ ഇടയിൽ മാത്രമല്ല പേരൻസ് ആയാലും കൂടുതൽ ഇന്നത്തെ കാലത്ത് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം, മാനസികമായ പ്രോബ്ലം പ്ലസ് അവരുടെ സോഷ്യൽ ഇഷ്യൂസായിട്ട് മാറാവുന്ന പ്രോബ്ലം ഏതായിരിക്കും? അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ ഇന്നത്തെ ഒരു കാലഘട്ടം. അപ്പോൾ വീട്ടിൽ 1-2 കുട്ടികളേ ഉള്ളൂ.
അപ്പോൾ ഇവർക്ക് ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പാരൻസ് ഈവൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും അവർക്ക് പറ്റുന്നില്ല. കാരണം പഴയ കാലം പോലെ കുട്ടികൾക്ക് അവർക്ക് ജെൻഡർ ഈക്വാലിറ്റിയും സ്വാതന്ത്ര്യവും അങ്ങനെ അവർക്ക് ഒത്തിരി ഫ്രീഡം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ റെസ്ട്രിക്ഷൻസ് വെച്ചാൽ ഈ കുട്ടി നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ലേ, അല്ലെങ്കിൽ അവർ ഒളിച്ചോടി പോവോ, അവർ സൂയിസൈഡിലേക്ക് പോവോ, അല്ലെങ്കിൽ ആ സാമൂഹ്യ വിരുദ്ധ പ്രവണതയിലേക്ക് പോവോ, ഡ്രഗ് അഡിക്ഷനിലേക്ക് പോവോ, അങ്ങനെയുള്ള ഒരു ഫിയർ, അൺവാണ്ടഡ് ഫിയർ പാരൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഇവർ കാണിക്കുന്ന ചില വാശികൾക്കും ആവശ്യങ്ങൾക്കും നീഡ്സും നമുക്ക് ഡിമാൻഡും രണ്ടാണല്ലോ. അപ്പോൾ അത് മിനിമം റിക്വയർമെൻറ്റിന് അപ്പുറം ഇവർക്ക് ഇപ്പം നമ്മൾ +2 പഠിക്കുന്ന കുട്ടി ഐഫോൺ മേടിച്ചു കൊടുക്കാൻ പറയുന്നു, ഡിഗ്രി പഠിക്കുന്ന കുട്ടി എനിക്ക് കാറ് മേടിച്ചു തന്നു, എനിക്ക് ബൈക്ക് പോരാന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഫ് റോഡ് റൈഡിങ്ങിന് വേണ്ട വണ്ടി വേണം. അങ്ങനെയുള്ള ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ഒരു കുട്ടിയുള്ള ഒരു വീട്ടിൽ ഇവൻ്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഞങ്ങൾ വലുതായി കഴിയുമ്പോൾ ഇവനൊക്കെ നമ്മളെ നോക്കാതിരിക്കുമോ? കാരണം നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഫാമിലി റിലേഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. നമ്മുടെ യൂറോപ്യൻ കൾച്ചർ അങ്ങനെയല്ലോ. അവർ 18 വയസ്സായി അവർ വേറെ മാറി താമസിച്ചു, അവർ പാരൻസിനെ നോക്കുന്നത് അവിടെ ഗവൺമെൻറ്. ഇവിടെ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഗ്രാൻഡ് പാരൻസിനെ വരെ അവരുടെ മാരേജ് കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് മരിക്കണമെന്ന് ആഗ്രഹമുള്ള പാരൻസാണ് നമ്മൾ കേരളത്തിലുള്ളത്. അതെ അതെ അതെ. ഇനി ഇപ്പോൾ നിലവിൽ ഇനി ഫ്യൂച്ചറിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ പേരൻസ് ആയിക്കോട്ടെ, അവർ ഫാമിലി തന്നെ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്തായിരിക്കും? ഫാമിലിയിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ശരിയായൊരു ഡിസിഷൻ മേക്കിങ്ങിന് അവർക്ക് നമ്മൾ ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് ചില കുട്ടികൾക്ക് മാരേജ് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടം, ചിലർ ലിവിങ് ടുഗദർ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം, മറ്റു ചിലർ എനിക്ക് ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ UK പോയി സെറ്റിൽ ഡൗൺ ചെയ്യുന്നു, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ സെൽഫ് സെൻറ്റേർഡാണ്. ആക്ച്വലി ഇവർ കമ്മിറ്റഡ് അല്ല എന്നുള്ളതാണ്. നമ്മൾ പാരൻസ് എത്ര മാത്രം സഫർ ചെയ്ത് നമ്മുടെ എല്ലാ എൻ്റർടൈൻമെൻറ്റും ഉപേക്ഷിച്ചാണ് ഇവർ ബ്രോട്ടപ്പ് ചെയ്തത്. പക്ഷെ അവർ വലുതായി കഴിഞ്ഞപ്പോൾ അവർ സെൽഫ് സെൻറ്റേർഡായി അവരുടെ എൻ്റർടൈൻമെൻറ്റ്, അവരുടെ സുഖവും സന്തോഷത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വരും കാലഘട്ടത്തിൽ നമ്മൾ ഈ നമ്മുടെ പാരൻസിനെയൊക്കെ നോക്കാനായിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങൾ, ഓൾഡ് ഏജ് ഹോംസ് ഒക്കെ നമ്മൾ അഡ്വാൻസ്ഡ് രീതിയിൽ ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. കാരണം അതിൻ്റെയൊക്കെ കാരണം ഇങ്ങനെ കുട്ടികളുടെ ഒരു മനോഭാവത്തിൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കുട്ടികൾ ഇപ്പോഴും മറ്റേ രീതികളിൽ സാധാ രീതിയിൽ പഴയ രീതികൾ തുടരുന്നുണ്ടെങ്കിലും കമ്മിങ് ഡേയ്സ് നമ്മൾ കാണാൻ പോകുന്ന സിനാരിയോ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് ഹോമുകളിൽ പേരൻസ് ഒറ്റപ്പെടുന്നു. നമ്മുടെ മറ്റ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ള പോലെ അവർ വർഷത്തിലോ എല്ലാം വന്ന് വിസിറ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ശരിക്കും അവർക്ക് ഈ നമുക്ക് മാനസിക ആരോഗ്യത്തിന് വേണ്ടി കൊടുക്കാവുന്ന അല്ലെങ്കിൽ ഡെയിലി അവർ റൂട്ടീൻ ചെയ്യേണ്ട ഫുഡ് അല്ലെങ്കിൽ ഹെൽത്ത് ടിപ്സ് എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്റ്റുഡൻസിനായിക്കോട്ടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം? ഇപ്പം നമ്മൾ ഈ ഗാഡ്ഗറ്റ് അഡിക്ഷൻ ഉള്ളതുകൊണ്ട് ഇവർക്ക് നമ്മുടെ പുറത്തുള്ള പ്രോഗ്രാംസ്, നമ്മൾ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സോഷ്യലൈസേഷൻ കുറവാണ്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ സ്പോർട്സ് ആക്ടിവിറ്റി, പഴയ കാലത്തൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഫുട്ബോൾ, വോളിബോൾ, ഷട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റുഡൻസിൻ്റെ ഒരു ടൈമിൽ ഇവർ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും തയ്യാറല്ല. ഇവർ മിക്കവാറും ഒരു 12 മണി 1 മണി വരെ ഈ മൊബൈലിൽ റീൽസ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഏതോ ഒരു സമയത്ത് കിടന്ന് ഉറങ്ങുന്നു, ഏതോ ഒരു സമയത്ത് ഉണരുന്നു. അപ്പോൾ യാതൊരു ഡിസിപ്ലിനും ഇല്ല ഇവർക്ക്. അപ്പോൾ അവർക്കൊരു ഡിസിഷൻ മേക്കിങ്ങിന് പറ്റുന്നില്ല. അപ്പോൾ അവർ സിസ്റ്റമാറ്റിക് അല്ലാത്തതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ എക്സസൈസ് ഇല്ല, പ്രോപ്പർ ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് കഴിക്കാൻ പോകുന്ന ജങ്ക് ഫുഡായിരിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടം അങ്ങനെയുള്ള പിസയും അങ്ങനെ കുഴിമന്തിയും അങ്ങനെയുള്ള നോൺ വെജ് ഐറ്റംസിന്. അപ്പോൾ വെജിറ്റേറിയൻ ഫുഡിൻ്റെ അഭാവം വരുന്നുണ്ട്, മറ്റ് ന്യൂട്രീഷൻ പ്രോപ്പറായിരിക്കില്ല. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കിട്ടാത്തതുകൊണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് വരാം, അത് ഇമോഷണൽ ചലഞ്ചസിലേക്ക് വരാം. പിന്നെ നമ്മൾ സ്പോർട്സിലും മറ്റ് ക്രിയേറ്റിവിറ്റിയുള്ള ആർട്സിലും ഒന്നും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അത് സോഷ്യലൈസേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ അവരുടേതായ ഒരു സർക്കിളിൽ അതൊരു റൂം അടച്ചിട്ട് വേണമെങ്കിൽ അവിടെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട്
ഔട്ട്ഡോർ ആക്ടിവിറ്റിയിൽ നിന്ന് പിന്നോക്കം പോകുന്നതുകൊണ്ട് 2050 ആകുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടികൾക്ക് മയോപ്പിയ, അവർക്ക് കാഴ്ചയിൽ 50% നഷ്ടം വരാമെന്നാണ് ഒഫ്താൽമിക് അസോസിയേഷൻ ഈയിടെ പറഞ്ഞത്. അപ്പോൾ കാഴ്ചയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, കേൾവിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, റേഡിയേഷനൊക്കെ ആയിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ സെൻസിറ്റിവിറ്റിയിൽ വരുന്ന പ്രശ്നങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് മറവി രോഗങ്ങൾ, അൾഷിമോസ് ഡിസീസിനുള്ള സാധ്യതകൾ, ഇതെല്ലാം നമുക്ക് കൂട്ടി വായിക്കേണ്ടതാണ്. ഇതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ, എല്ലാം കംപ്ലീറ്റ് സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവില്ല, പക്ഷേ ഇതിന് ചെറിയൊരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്യാച്ച് ദം യങ് എന്നാണ് ഞാൻ പറയാറ്. നമ്മളൊരു 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവർ ആപ്റ്റിറ്റ്യൂഡ് നോക്കിയിട്ട് അവരുടെ സ്ട്രീം നമ്മൾ ഡിഫൈൻ ചെയ്യുക, അവർ പ്രോപ്പർ ഇതിലാണോ. പിന്നെ അവരുടെ അസസ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻറ്റ് നടത്തുക. അസസ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ ഇവരുടെ അക്കാഡമിക് ചലഞ്ചസ് എന്താണ്, ഇമോഷണൽ ചലഞ്ചസ് എന്താണ്, ഫിസിക്കൽ ചലഞ്ചസ് എന്താണ്, എന്തെങ്കിലും ക്രോണിക് ഡിസീസിനുള്ള സാധ്യതകളുണ്ട്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഇന്ന് അഡ്വാൻസ്ഡാണ്. അപ്പോൾ ഈ അസസ്മെൻറ്റിന് നമ്മൾ നേരത്തെ തന്നെ വിധേയമായാൽ ഇവരുടെ ഭാവി ഫ്യൂച്ചറിൽ ഇവർക്ക് എവിടെ പ്ലേസിലാവാം, സെറ്റിൽഡ് ആവാമെന്ന് നമുക്ക് നേരത്തെ തന്നെ ഇവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. പക്ഷേ മിക്കവാറും ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലിറ്ററസി ഏറ്റവും കൂടിയ മലയാളികൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ അസസ്മെൻറ്റോ ചെയ്യാറില്ല. നമ്മുടെയൊക്കെ കൺസൾട്ടൻറ്റ് റൂമിൽ ഇങ്ങനെ കുട്ടികൾ വന്നു കഴിയുമ്പോഴാണ് ഇവരുടെ അസസ്മെൻറ്റ് റൈറ്റ് ടൈമിൽ ചെയ്തിട്ടില്ല, ആപ്റ്റിറ്റ്യൂഡ് തെറ്റാണ്, അതുകൊണ്ട് അവർ റോങ് പൊസിഷനിലാണ്, അതുകൊണ്ട് പ്രൊഫഷൻ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രൊഫഷൻ നമുക്ക് എൻജോയ് ചെയ്താൽ പറ്റിയാൽ മാത്രമേ ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഫഷൻ എങ്ങനെയെങ്കിലും ഒന്ന് വൈകുന്നേരമായിട്ട് വേണം നമുക്ക് എന്തെങ്കിലും അഡിക്ഷൻസിലേക്ക് പോവുക, ഗെയിം അഡിക്ഷൻസ്, ഡ്രഗ്സ്, ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലേക്കൊക്കെ അവർ പോകാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അവരിഷ്ടമില്ലാത്ത ഒരു പ്രൊഫഷനിലാണ് അവർ നിൽക്കുന്നത്. പ്രൊഫഷനെ അവർക്ക് ഒരു സ്നേഹിക്കാൻ പറ്റുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവർക്ക് അവർ മടുക്കണം ആ സംഭവം, എല്ലാത്തിനോടും ഒരു മടുപ്പ്. അതെ, എല്ലാത്തിനോടും മടുപ്പ് ആണ് തോന്നാൻ കൂടുതലും കണ്ടുവരുന്ന കോൺസെപ്റ്റാണത്. മടുപ്പ് അല്ലെങ്കിൽ അലസത, മടി എന്നുള്ള കോൺസെപ്റ്റൊക്കെ. അപ്പം അത് ഓവർകം ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ഹെൽത്ത്, അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഒത്തിരി റിസോഴ്സസ് ഉണ്ട്. നമുക്ക് യോഗ, സുംബ, മെഡിറ്റേഷൻസ്, ജിംനേഷ്യംസ്. ഇപ്പോൾ പഴയ കാലഘട്ടത്തിലേക്ക് ഒത്തിരി പേര് എക്സസൈസ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനും ജോഗിങ്ങിനൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ യൂത്ത് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 20 years എന്ന് പറഞ്ഞാൽ ടീനേജ് എന്ന് പറഞ്ഞ ടൈമിൽ അവർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്, ജോഗിങ്ങോ, ഫിസിക്കൽ എക്സസൈസ്, അപ്പോൾ ഹൈ സോഴ്സ് ഓഫ് എനർജി ഉള്ളൊരു ടൈമാണിത്. ആ ഒരു ടൈമിൽ ഇവർ പ്രോപ്പറായിട്ട് ഇത് റിലീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സാമൂഹ്യ വിരുദ്ധ പ്രവണതകളിലേക്ക് ഇവരുടെ ഈ എനർജി ലെവൽസ് പോകുന്നു. അത് ക്രൂവൽ ടെൻഡൻസിയിലേക്കും ഡിസ്ട്രക്റ്റീവ് ടെൻഡൻസിയിലേക്കും. ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ അതൊരു സമവായത്തൊരു കമ്പാഷനില്ല. പുതിയ സൊസൈറ്റിയോട് നമുക്ക് ഒരു രീതിയിലും നമ്മൾ അഡ്ജസ്റ്റഡ് ആവുന്നില്ല. അവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം നന്നായിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ വന്നാലും അവരുടെ പേഴ്സണാലിറ്റി സ്പോയിൽഡ് ആവുന്നു, അവർ പ്രൊഫഷണൽ എക്സൽ ചെയ്യുന്നില്ല, ഈവൻ ഫാമിലി ലൈഫിൽ പോലും ഒരു ഹാർമണിയിൽ അവർക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഡോക്ടർ, ഇനി നമുക്ക് ഉറക്കക്കുറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇന്നത്തെ കാലത്ത്. ഏറ്റവും കൂടുതൽ അവർ പറയുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് സ്ലീപ്പ് ഡീവിയേഷൻ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉറക്കക്കുറവ് എങ്ങനെയാണ് കുട്ടിയുടെ ആരോഗ്യത്തെ മാത്രമല്ല അവരുടെ വിദ്യാഭ്യാസത്തെ എങ്ങനെ ബാധിക്കുന്നു? ഉറക്കക്കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് സൊസൈറ്റി നൈറ്റ് ലൈഫ് വരെ എൻജോയ് ചെയ്യാൻ ആഗ്രഹിച്ചാണ് നമ്മൾ അഡൽട്സ് വരെ. ഇപ്പോൾ നമ്മൾ പലപ്പോഴും മെട്രോ സിറ്റീസ് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന 2 മണി 3 മണി വരെയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ IT കൺസെപ്റ്റുകളിലൊക്കെ നൈറ്റ് അവർക്ക് അവരുടെ ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി വരുന്നുണ്ട്, അപ്പോൾ ഡേയിൽ അങ്ങനെ ഒരു ചേഞ്ചസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഇവർ ആരോഗ്യത്തെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ടൈം ഡിസിപ്ലിൻ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇവർ എല്ലാവരും പറയുന്നത് ഞങ്ങൾ ഉറങ്ങാൻ ഒരു 11 മണിക്ക് കിടന്നാൽ പോലും എനിക്ക് 2 മണിക്ക് ഉറക്കം വരുന്നതാണ്. അത് കാരണം നമ്മൾ മൊബൈൽ അഡിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അത് നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ നോക്കി അല്ലെങ്കിൽ റീൽസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കിടന്നു കഴിയുമ്പോൾ ഉറക്കം വരുന്നില്ല, അതുകൊണ്ടാണ് ഇത് കണ്ടതെന്നാണ് പറയുന്നത്. ആക്ച്വലി നമ്മൾ 3, 4, 5 ദിവസം ഈ നമ്മൾ മൊബൈൽ 10 മണി കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യില്ല എന്നുള്ളൊരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റണം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് ഒരു 3-4 ദിവസം ബുദ്ധിമുട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളൊരു 10-11 ഉറങ്ങി പഠിച്ചാൽ നമുക്ക് ഒരു 6-6:30 എഴുന്നേറ്റ് ജോഗിങ് പോയി അല്ലെങ്കിൽ ഷട്ടിൽ കളിച്ചു, അങ്ങനെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ ഇത് ഉറക്കത്തെ അല്ലെങ്കിൽ അത് മൈഗ്രെയിൻ ഉണ്ടാക്കാം.
വിട്ടുമാറാത്ത തലവേദനയ്ക്ക് ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാവാം, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഉണ്ടാവാം. പിന്നെ നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ശരിയല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു കാര്യങ്ങളും ടൈമിൽ ചെയ്യാൻ പറ്റില്ല, എല്ലാം പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീം പോയി, നമ്മൾ ചെയ്യുന്ന മേഖല പ്രൊഫഷണൽ ആണെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിലും ആ ഏരിയയിൽ എന്നെക്കൊണ്ടാവില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അവിടെ വരും. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ അതായത് മാനസികവും ശാരീരികവുമായ ഒരു റിലേഷൻഷിപ്പിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫ് അത് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ എല്ലാ ഫിസിക്കൽ എയിൽമെൻറ്റ്സും നമുക്കൊരു 70% രോഗങ്ങളെന്ന് പറഞ്ഞാൽ ബാക്ടീരിയ വൈറസ് ഉണ്ടാക്കുന്നതല്ല, സൈക്കോസൊമാറ്റിക്കാണ്. മാനസിക വൈകാരിക കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശാരീരിക രോഗങ്ങളാണ്. ഇപ്പം നമ്മൾ ബ്ലഡ് പ്രഷർ എടുത്താലും പ്രമേഹം എടുത്താലും ഹെഡേക്ക് അല്ലെങ്കിൽ റുമാറ്റിസം, വാതസംബന്ധമായ രോഗങ്ങൾ, അൾസർ, ക്യാൻസർ, ഇവിടെയൊന്നും രോഗാണു കീടാണു ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇതെല്ലാം അവിടെ നമ്മൾ ഇൻവെസ്റ്റിഗേഷണൽ മെഡിസിൻ ഫെയിലർ ആവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിയുമ്പോൾ അവിടെ നമുക്ക് ഇതിൻ്റെ നോർമൽ വാല്യൂസ് കാണിക്കുന്നുള്ളൂ, അത് പതോളജി അല്ല. അപ്പോൾ അവിടെ ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് അല്ല അവിടെ ഒരു കാരണം. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു റിതമിക് അല്ലാത്ത ഒരു രീതി, ഉറക്കം ശരിയല്ലാതിരിക്കുക, അൺവാണ്ടഡ് സ്ട്രെസ്സ് വരിക, അൺവാണ്ടഡ് പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, അതൊന്നും ഡിസ്സാറ്റിസ്ഫാക്ഷൻ, അസംതൃപ്തി, ഫിയർ, ആൻസൈറ്റി, ഇതെല്ലാം കൂടി നമ്മുടെ ഈ പറഞ്ഞ ഏരിയയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഓക്കെ, നന്ദി ഡോക്ടർ. എന്തായാലും ഇത്രയും വിവരങ്ങൾ, അതായത് ഏകദേശം നമുക്ക് എല്ലാ ഏരിയയും, സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയയും കവർ ചെയ്യാനായിട്ട് സാധിച്ചു. നല്ല വലിയൊരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മാനസികമായും ശാരീരികമായും കരുതേണ്ട കുറച്ച് ചുമതലകളും സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എനിവേ, നമുക്ക് ഇത്രയും വിവരങ്ങൾ തന്ന ഡോക്ടർ ജെയിംസ് മണത്തോടത്തിന് YMBC മാംസിൻ്റെ പേരിലുള്ള എല്ലാവിധ നന്ദി അറിയിക്കുന്നു. നന്ദി.